ഡെയിലി പ്രാക്ടീസിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്നോടൊരു രക്ഷിതാവ് പറഞ്ഞു, ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയാൽ കുട്ടി ചോദിക്കുന്നത് അച്ഛ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂ എന്നുള്ളതാണ്. ആ ഒരു വാക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്ക്. മനസ്സുകൊണ്ടൊരു ടീച്ചറാവാൻ, അബാക്കസിൻ്റെ ഒരു ട്രെയിനർ ആവാൻ താല്പര്യമുണ്ടോ? അവർക്കൊക്കെ ട്രെയിനർമാരായി മാറാൻ സാധിക്കും എന്നുള്ളതാണ്. ആ കുട്ടിയെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനാണ്. ഇടത്തെ കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രത്യേകത നമുക്ക് കണ്ടാൽ അറിയാം. അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ അവരൊരു പാട്ടുകാരനായിരിക്കും, ഒരു ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ആളായിരിക്കും. അൾഷിമേഴ്സ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ക്ലാസ് എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ആ ക്ലാസ് ഓൺലൈൻ നടന്ന സമയത്ത് അത് കാണാനിടയായപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് അബാക്കസാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, വഴികാട്ടിയിലേക്കാണ് എല്ലാവരെയും വളരെ ഹൃദ്യമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. പീസ് റേഡിയോ വഴികാട്ടിയിൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് നമ്മൾ കൊണ്ടുവരാറുള്ളത്. നമ്മുടെ മക്കളുടെയൊക്കെ പഠനത്തിലേറെ ഉപകരിക്കുന്ന, അതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ നമുക്കും കൂടി ഉപകാരപ്പെടുന്ന പല കാര്യങ്ങളും കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ അബാക്കസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. എന്നാൽ അതിലപ്പുറം ചില കാര്യങ്ങൾ ബഹുമാനനായ റാഷിദ് സാറ് തന്നെയാണ് ഇന്നും ഈ ഒരു എപ്പിസോഡ് നമ്മളോടൊപ്പം പങ്കുചേരുന്നത്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. റാഷിദ് സാർ, കഴിഞ്ഞ ഒരു അബാക്കസിൻ്റെ ഒരു പ്രോഗ്രാം അൽഹംദുലില്ലാ നമുക്ക് നല്ല ആ ഒരു മേഖലയിൽ നല്ലൊരു വെളിച്ചമാണ് നമുക്ക് ലഭിച്ചത്, നമ്മുടെ മക്കൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ. അപ്പോൾ ഇന്ന് അതിൻ്റെ കുറച്ച് ബാക്കി ഭാഗങ്ങൾ. അതിലപ്പുറം ഞാൻ നിങ്ങളെ മനസ്സിലാക്കുന്നത് നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്. പലപ്പോഴും ചില അധ്യാപകരെങ്കിലും പരിതപിക്കുന്ന ഒരു കാഴ്ചയാണ് മാത്സിൻ്റെ. മാത്സ് എടുക്കേണ്ടിയിരുന്നില്ല എന്നാണ്. കാരണം കുട്ടികൾക്ക് മാർക്ക് നോക്കി വരുമ്പോൾ പലപ്പോഴും ഏറ്റവും കുറവ് മാർക്ക് കിട്ടുന്ന ഭൂരിഭാഗം കുട്ടികളും, എല്ലാവരും അല്ല, ഭൂരിഭാഗം കുട്ടികൾ ഇതിലാണ് മാത്സ് വിഷയത്തിലാണുള്ളതാണ്. അപ്പോൾ ആസ് എ മാത്സ് ടീച്ചർ, ഒരു അധ്യാപകൻ എന്നുള്ളത്, കണക്കിൻ്റെ ഒരു അധ്യാപകൻ എന്നുള്ളതിൽ എന്താണ് ഒരു പരിഹാരമായിട്ട് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുക? ഞാൻ പലപ്പോഴും മാത്സ് പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണ്, ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്ന ഉത്തരം ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് മാത്സ് ആണെന്ന് പറയും, കോമൺ. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, 1ാം ക്ലാസ്സിൽ നിങ്ങളുടെ മാർക്ക് എത്രയായിരുന്നു? അപ്പോൾ 1ാം ക്ലാസ്സിൽ അവർക്ക് ഫുൾ മാർക്കായിരുന്നു. അന്ന് മാത്സ് ഇഷ്ടമായിരുന്നോ? അന്ന് മാത്സ് ഇഷ്ടമായിരുന്നു. പിന്നെ എപ്പോഴാണ് മാത്സ് ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ മാർക്ക് കുറഞ്ഞു തുടങ്ങിയത് അന്നാണ് ഇഷ്ടമില്ലാതിരുന്നത്. അവിടെ ഒരു സൊല്യൂഷനാണ് യഥാർത്ഥത്തിൽ മാത്സുമായി ബന്ധപ്പെട്ട് മാത്സ് കുട്ടികളെ ഇഷ്ടമാക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന അബാക്കസ്, വേദിക് മാത്സ് തുടങ്ങിയ അതിൻ്റെ മറ്റു വിഭാഗങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവന്നാൽ അവർക്ക് വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അബാക്കസ് പഠനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് ആദ്യ പേജിൽ തന്നെ അവർക്ക് 30ൽ 30 മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി. അവർക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യ പേജിൽ തന്നെ ഫുൾ മാർക്ക് കിട്ടുമ്പോൾ അബാക്കസ് പഠിച്ചു തുടങ്ങി ആദ്യ മണിക്കൂറിൽ തന്നെ എനിക്ക് മുഴുവൻ ശരിയായി എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് അവരുടെ ജേണി എന്ന് പറയുന്നത് ഫുൾ മാർക്കിലൂടെയുള്ള ജേണിയാണ്. അപ്പോൾ അത് അവർക്ക് വലിയ മുതൽക്കൂട്ടാവും. അപ്പോൾ അബാക്കസ് പഠനത്തിലേക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ തിരിച്ചു വന്നത്. അപ്പോൾ മാത്സ് എന്ന വിഷയത്തിനോട് ഇഷ്ടമുണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലേ? അപ്പം അതുകൂടി അബാക്കസ് പഠനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു കാര്യം. ആ ഒരു മെയിൻ ഒരു പാർട്ട് ശരിക്കും അബാക്കസ് നിർവഹിക്കേണ്ടതെന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവരുടെ ബുദ്ധിപരമായ കപ്പാസിറ്റിയെ കൂട്ടുക എന്നുള്ളതാണ്. പക്ഷേ ഉപയോഗിക്കുന്ന ടൂൾ, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ മലയാളം ഉപയോഗിക്കുന്നത് പോലെ ടൂൾ ഓൾഡ് കാൽക്കുലേറ്റർ ആയതുകൊണ്ട് അത് നമ്പറുകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ് അതിലെ ഒരു പ്രത്യേകത. നിങ്ങൾ മാത്സ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്ക് അബാക്കസ് എന്നൊരു മേഖലയിലേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങളൊരു മാത്സിൻ്റെ അധ്യാപകനാണ്. ഞാൻ BEd എടുക്കുന്നതിന് മുമ്പ് അബാക്കസ് ടീച്ചിങ് ആണ് തുടങ്ങിയത്. ആദ്യം അബാക്കസ് ടീച്ചിങ് ആണ്, എന്നിട്ടാണ് മാത്സിലേക്ക് എത്തി. ശരിക്കും നിങ്ങളുടെ ഒരു പഠനത്തിൽ ഈ അബാക്കസ് എന്നൊരു മേഖല തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്സിനോട് നിങ്ങളുടെ ഒരു ഇഷ്ടം കൂടിയിട്ടുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് എന്താ ശരിക്കും പറയാനുള്ളത്? അബാക്കസ് പഠനവും മാത്സും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ അതിനെ രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം ഇതിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. പക്ഷെ നമുക്ക് മാത്സ് എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് ആൾജിബ്രായിക്കും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരിക്കലും മാത്സ് എന്നുള്ളത് അബാക്കസിൽ കംപ്ലീറ്റ് അല്ല. പക്ഷേ ചെറിയ കുട്ടികൾക്ക് അത് മാത്സ് ആണെങ്കിലും മറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും അവരെ ക്ലാസ്സിൽ സ്റ്റാറാക്കുക എന്നുള്ളതിനും അവരുടെ ബുദ്ധിപരമായ വികാസം ഉറപ്പുവരുത്തുക എന്നുള്ളതിലേക്കുമാണ് ഞാൻ അബാക്കസ് പഠനം കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ കേവലം ഒരു കണക്ക് കൂട്ടലുകൾക്കപ്പുറമുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ അബാക്കസുമായിട്ട് കണക്ട് ചെയ്യാനുണ്ട്.
ശരിക്കും അത് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിച്ച് കൊടുക്കണ്ടേ? ഈ ഇപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാലേ കേവലം കണക്ക് കൂട്ടല്ല, അതിന് കുട്ടികളുടെ ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ അതൊക്കെ ശരിക്കും വളർത്താൻ ഒരു അതെ, അബാക്കസ് പഠനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികളെല്ലാവരും ഒരു 90%ഉം വലത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഇടത്തേ കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ പ്രത്യേകത നമുക്ക് കണ്ടാൽ അറിയാം. അവർക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ അവരൊരു പാട്ടുകാരനായിരിക്കും, ഒരു ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ആളായിരിക്കും, എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളായിരിക്കും ഇടത് കൈ എന്നാൽ പക്ഷേ ഇടത് കൈ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. അതിൻ്റെ കാരണം നമ്മുടെ വലത്തേ കൈ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇടത്തെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഇടത്തെ കൈ ഉപയോഗിക്കുമ്പോൾ വലത്തെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നത് വലത്തെ കൈയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഇടത്തെ ബ്രെയിൻ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് ബ്രെയിൻ എന്ന് പറയുന്നത് ചുളിവുകളും മടക്കുകളുമാണ്. നമ്മുടെ പഠിക്കുന്ന അറിവുകളെല്ലാം ഈ ചുളിവിനും മടക്കിനും ഇടക്ക് വെക്കുകയാണ്, സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വലത്തെ കൈ ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഇടത്തെ ബ്രെയിൻ ഒരുപാട് ചുളിവുകളും മടക്കുകളും ഉള്ള അതിനുള്ളിൽ ഒരുപാട് അറിവുകൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഇടത്തെ കൈ ഉപയോഗം കുറവായതുകൊണ്ട് തന്നെ വലത്തെ ബ്രെയിൻ ഈ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അബാക്കസ് പഠനത്തിലൂടെ രണ്ട് കൈയും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ ഓർമ്മശക്തിയും ചിന്താശക്തിയും ഒക്കെ കൂടുന്നതിൻ്റെ ഒപ്പം തന്നെ വലത് ബ്രെയിൻ ഇടത്തെ കൈ ഉപയോഗിക്കുമ്പോൾ വലത് ബ്രെയിൻ നന്നായി പ്രവർത്തിക്കുമ്പോൾ അവരുടെ സർഗാത്മകമായ കഴിവുകൾ, ചിത്രരചനയാവട്ടെ പാട്ടാവട്ടെ അങ്ങനെ തുടങ്ങിയ സർഗാത്മകമായ കഴിവുകൾ കൂടി വളർത്താൻ അബാക്കസ് പഠനം ഉപകരിക്കുമെന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ ഈ കുട്ടികളെ ശരിക്ക് ഈ അബാക്കസ് പരിശീലനത്തിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പുരോഗതി, അതിൽ എൻ്റെ കുട്ടി ഇന്ന കാര്യങ്ങളിലൊക്കെ മികവ് നേടുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾക്ക് പിന്നെ നേരിട്ട് ബോധ്യപ്പെടുത്താൻ ശരിക്കും സാധിക്കും? യെസ്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി പ്രാക്ടീസാണ്. നമ്മുടെ കുട്ടികളാണ്, അവർ തന്നെ താല്പര്യത്തിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയാണ് പൊതുവെ കാണുക എങ്കിൽ പോലും ഡെയിലി പ്രാക്ടീസിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എന്നോടൊരു രക്ഷിതാവ് പറഞ്ഞു, ഞാൻ വൈകുന്നേരം വീട്ടിലെത്തിയാൽ കുട്ടി ചോദിക്കുന്നത് അച്ഛ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അത് അവരുടെ ഒരു പ്രാക്ടീസാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളോട് നിരന്തരം ക്വസ്റ്റ്യൻ ചോദിക്കുക. അതുപോലെ നമ്മുടെ ഫോണിൽ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ എത്താൻ വേണ്ടി അവർ ഡെയിലി പ്രാക്ടീസ് അഗെയിൻ പ്രാക്ടീസ്, ഇതാണ് അതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളെ പ്രാക്ടീസ് എത്ര പ്രാവശ്യം ചെയ്തോ അതാണ് കുട്ടികളുടെ സ്പീഡിലേക്ക് അവരെത്തിക്കാൻ കഴിയുക. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും പ്രിൻ്റ് എടുത്ത് കൊടുത്ത് അവരെ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും നമ്മൾ റൈസ് ചെയ്ത് നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടം പോലെ പ്രാക്ടീസ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാരൻ്റ് എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേവലം ഒരു അബാക്കസിന് ചേർത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സിന് നമ്മുടെ മക്കൾ വിട്ടു എന്ന് പറഞ്ഞ് വീട്ടിൽ മടി പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ യാതൊരു ഇൻവോൾവ്മെൻറ്റും ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു രക്ഷിതാവ് ചെയ്യേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ കൃത്യമായ നമ്മുടെ ഒരു ഇടപെടൽ, അതുപോലെ തന്നെ നമ്മളും അവരെ കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നമുക്കൊക്കെ വളരാൻ സാധിക്കുക എന്നുള്ളതാണ്. ലോകത്ത് ഏതൊരാളെ പരീക്ഷിക്കുകയാണെങ്കിലും നിരീക്ഷിക്കുകയാണെങ്കിലും അവരേറ്റവും ഉയരങ്ങളിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവർക്കൊരുപാട് അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ്. അതുപോലെ കൺസിസ്റ്റ് എഫേർട്ട് അല്ലേ, നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയാണ് അവരെ ഉയരങ്ങളിലേക്ക് എത്തിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളായ നമുക്ക് ചിലത് ഈ മേഖലയിൽ ചെയ്യാനുണ്ട്. കുട്ടികളെ കൂടുതൽ ഈ രംഗത്തേക്ക് പ്രാപ്തമാക്കുക എന്നുള്ളത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് സാറ് സൂചിപ്പിച്ചതുപോലെ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തായിരുന്നാലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുമെന്നതിൽ യാതൊരു സംശയമില്ല. ആ രൂപത്തിലേക്ക് ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്കുണ്ടോ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ രക്ഷിതാക്കൾ ഇപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഉപകരിക്കുക അല്ലേ. അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് നമ്മൾ ചോദിക്കാറുണ്ട് സാധാരണ. എന്തിനാണ് മാത്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും അവരുടെ നിത്യജീവിതത്തിലെ വ്യത്യസ്തമായ അവസരങ്ങളിൽ ഓരോ മേഖലയിൽ ഉപയോഗപ്പെടുത്താനാണ് ശരിക്കും മാത്സ്. ഇതിങ്ങനെ ഒരു തിയറി പഠിച്ചു പോകേണ്ടതല്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ ഇടപഴകുമ്പോൾ അവിടെ നിന്ന് കിട്ടേണ്ട അങ്ങനെയാണ്. അപ്പോൾ രക്ഷിതാക്കൾക്ക് ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങളുണ്ടോ? രക്ഷിതാക്കൾക്ക് ഉപകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. ഇപ്പോൾ വിദേശ സ്കൂളുകളിൽ പോലും അബാക്കസ് പഠനത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി. അതിനപ്പുറത്തേക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞ ഒരു കാര്യമാണ്, ഒരു ഓൺലൈൻ സെഷൻ നടക്കുന്നുണ്ട്. ആ സെഷൻ അൾഷിമേഴ്സ് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ക്ലാസ് എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ആ ക്ലാസ് ഓൺലൈൻ നടന്ന സമയത്ത് അത് കാണാനിടയായപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് അബാക്കസാണ്. അപ്പോൾ അബാക്കസ് പഠനം അൾഷിമേഴ്സ് തടയുന്നതിന് കാരണമാവുമെന്ന്
കണ്ടെത്തിയ ഒരു അധ്യാപകനാണ് ആ ക്ലാസ് കൊടുക്കുന്നത്. അതൊരു റിട്ടയർഡ് അധ്യാപകനായിരുന്നു. അപ്പോൾ റിട്ടയർഡ് അധ്യാപകൻ ഒരുപാട് പ്രായമായ ആളുകൾ അബാക്കസ് പഠിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചതൊരു അത്ഭുതമായിരുന്നു. കാരണം അത് ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യമായി ഒരുപാട് ആളുകൾ, വലിയ ആളുകൾ. ഞങ്ങളെപ്പോഴും പറയാം അബാക്കസ് എന്ന് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചോദിച്ച സമയത്ത് പറഞ്ഞു 14 വയസ്സിനുള്ളിൽ അബാക്കസ് പഠിക്കണം. എന്നാൽ അതിനപ്പുറത്തേക്ക് അതിന് സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലായിട്ടുള്ളത്. ഈ മേഖലയിൽ ഒരു കരിയർ സാധ്യത തുറന്നു കാണിക്കണ്ട നമ്മൾ. ആർക്കാണിത് സാധിക്കുക? അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള കരിയർ ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഭാര്യമാർ അതുപോലെ തന്നെ മറ്റു പല ആളുകളും അവർ നന്നായിട്ട് ക്വാളിഫിക്കേഷനുള്ള ആളുകളായിരിക്കും. പക്ഷേ ഒരു ജോലി എന്നുള്ള നിലയിൽ പലപ്പോഴും എത്താത്തവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണോ അബാക്കസ്? ഞാൻ അതൊരു സ്റ്റോറി പറയാണ്. 2019 അവസാനം നമുക്ക് കോവിഡ് വന്ന സമയം, കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ഒരു സൂചന ഞാൻ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ടൗൺ സെൻറ്ററുകളാണുള്ളത്. അന്ന് 2015 മുതൽ നമ്മൾ 500 രൂപയൊക്കെ വാങ്ങി ടൗൺ സെൻറ്ററിൽ ക്ലാസ് എടുത്തിരുന്ന ഒരു സാഹചര്യം. അന്ന് 100ഉം 125 കുട്ടികളൊക്കെയാണ് ഞാൻ ഒക്കെ പഠിപ്പിച്ച സെൻട്രൽ സ്ട്രെങ്ത്ത്. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമാണ് ക്ലാസ്സിന് വരേണ്ടത്. പക്ഷേ ആ കുട്ടികൾ നന്നായി ഇങ്ങനെ പഠിച്ചു പോയിരിക്കുമ്പോൾ അന്ന് കോവിഡ് വരികയാണ്, ലോക്ക്ഡൗൺ ആണ്. എല്ലാ സെൻറ്ററുകളും അപ്രഖ്യാപിതമായി ഒരു ദിവസം അടച്ചിടുകയാണ്. എന്ന് തുറക്കുന്നറിയില്ല. അപ്പോൾ ഞങ്ങളുടെ ചെയർമാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ കുട്ടികൾക്കൊക്കെ ഡെയിലി പ്രാക്ടീസ് നിന്ന് പോവാണ്, എന്ത് പരിഹാരം വേണം? അന്ന് ഒരു പ്രൊജക്റ്റ് വന്നു. ഓരോ കുട്ടിക്കും കണ്ണെത്തും ദൂരത്ത് ഒരു ടീച്ചർ വേണം. അതിനുവേണ്ടി ബി സ്മാർട്ട് അബാക്കസ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തു. ഒരു വാർഡിൽ അതാത് വാർഡ് മെമ്പർമാരുമായി സഹകരിച്ച് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം വാങ്ങി അബാക്കസിന് ഒരു വാർഡിൽ നിന്ന് 6 ടീച്ചർമാരെ വരെ ട്രെയിനറാക്കാം. അപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആണ്, ഒരുപാട് ദൂരത്തേക്ക് പോയി പഠിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. പക്ഷേ ഒരു വാർഡിൽ 6 ഏരിയകളാക്കി തിരിച്ച് അവിടേക്ക് കുട്ടികൾ എത്തിക്കുക എന്നുള്ളത് അത് ഏറ്റെടുത്തു. കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ ആളുകൾ ഒക്കെ അവരൊക്കെ അവരുടെ ജീവിതം പറയുമ്പോൾ എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അബാക്കസ് എന്ന് പറയും. കാരണം അവരുടെ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾ ഒന്നും പഠിക്കാൻ കഴിയാത്ത ഒരു കാലത്ത് അബാക്കസ് എന്ന് പറയുന്നൊരു കോഴ്സ് അവരുടെ വീടിൻ്റെ അടുത്ത് വളരെ കുറഞ്ഞ ഫീയിൽ പഠിപ്പിക്കുകയാണ്. നേരത്തെ 500 രൂപയൊക്കെ ടൗൺ സെൻറ്റർ ഉണ്ടായിരുന്നത് 200-300 രൂപക്ക് ഹോം ട്യൂഷനായിട്ട് കുട്ടികൾ വരികയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ജോലി സാധ്യത വന്നു. ഇന്നത് ഒരു 30,000-ലധികം ടീച്ചേഴ്സായി നമ്മുടെ ടീച്ചേഴ്സ് ബാങ്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. 30,000-ഓളം ടീച്ചേഴ്സ് നമ്മുടെ ബാങ്കിലുണ്ട്. ടീച്ചേഴ്സ് ബാങ്കിലുണ്ട്. ശരിക്കും ഈ അബാക്കസിൻ്റെ ടീച്ചേഴ്സ് ആവാൻ എന്തെങ്കിലും ബേസിക് ക്വാളിഫിക്കേഷൻ? +2 ആണ് ക്വാളിഫിക്കേഷൻ പറയാറ്. +2 പഠിച്ച ഒരാൾക്ക് അബാക്കസ് പഠിക്കാൻ കഴിയും. +2 സയൻസ് നിർബന്ധമൊന്നുമില്ല? അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ മാത്സിൽ പ്രത്യേകം താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ? അവർ മനസ്സുകൊണ്ട് അവർ റെഡി ആവുക എന്നുള്ളതാണ്. അവർ ടീച്ചർ ആവാൻ റെഡിയായ ഒരാൾക്ക് അബാക്കസ് പഠിച്ചാൽ അവർക്ക് ടീച്ചറാവാൻ പറ്റും. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്കിനൊന്നും കൂടെ ഞാൻ അടിവരയിടുകയാണ്. പലപ്പോഴും നിരാശ അടഞ്ഞു നിൽക്കുന്ന ആരെങ്കിലും, എനിക്കൊരു ജോലിയില്ല, എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു വലിയ സാധ്യതയാണ്. കാരണം നമ്മുടെ പിഞ്ചു മക്കളെ ജീവിതത്തിൻ്റെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഒരു നിമിത്തമാവാം. അതിലുപരി നല്ലൊരു കരിയർ നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മനസ്സുകൊണ്ട് താല്പര്യമുണ്ട്. ആ ഒരു വാക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ ഒരു വാക്ക്. മനസ്സുകൊണ്ടൊരു ടീച്ചറാവാൻ, അബാക്കസിൻ്റെ ഒരു ട്രെയിനറാവാൻ താല്പര്യമുണ്ടോ? അവർക്കൊക്കെ ട്രെയിനർമാരായി മാറാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് എത്ര സമയം വേണ്ടി വരും? അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് പഠിച്ചെടുക്കാൻ എത്ര സമയം ആവശ്യമായിരിക്കും റഷീദ്? സമയം എന്ന് പറയുമ്പോൾ അവർക്ക് ആ കോഴ്സ് പഠിക്കാൻ ഏകദേശം ഒരു ലെവൽ ട്രെയിനിങ്ങിന്, ഒരു ഫുൾ ഡേ ട്രെയിനിങ് കിട്ടിയാൽ അവർക്ക് ആ സിലബസ് പഠിക്കാൻ കഴിയും. പിന്നീട് നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് അവരെ നമുക്ക് അടുത്തൊരു 3 മാസത്തിന് കഴിയുമ്പോഴേക്കും അടുത്ത ലെവൽ അങ്ങനെ കൊണ്ടുപോകാറാണ്. അവർക്ക് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരാൾ ട്രെയിനിങ് ഒരു ദിവസം കൊണ്ട് അവർക്കൊരു ലെവൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുട്ടിയെങ്കിലും അഡ്മിഷൻ എടുക്കാനാണ് നമ്മൾ പറയുക. ഹോം ട്യൂഷനോ സ്വന്തം വീട്ടിലെ സ്വന്തം കുട്ടിയായാൽ പോലും ആ കുട്ടിയെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ അവർക്ക് 2ാമത്തെ ഡേ സെക്കൻഡ് ലെവൽ അറ്റൻഡ് ചെയ്താൽ മതി. ടോട്ടലി എത്ര ലെവലുകളുണ്ട്? ശരി, 10 ലെവലുകളാണ് നമ്മൾ ചെയ്യുന്നത്. അത് പല ആളുകളും പല ലെവലുകളാക്കി ചുരുക്കാറുണ്ട്. അതിൻ്റെ ഒരു ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് 10 ലെവലുകൾ. അപ്പോൾ ഈ 10 ലെവൽ ക്ലാസ്സുകൾ ഏകദേശം ഒരു 3 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ? 3 മാസം കൊണ്ട് എന്നല്ല, അവരുടെ ഫസ്റ്റ് ലെവൽ കഴിഞ്ഞ ആൾ അടുത്തൊരു ലെവൽ ട്രെയിനിങ്, ഒരു ലെവൽ ഒരു ഡേ. ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഡേ. പക്ഷെ അവർക്ക് അതിനിടയിൽ അവർ പ്രാക്ടീസ് ചെയ്യണം. അവർക്ക് നമ്മൾ ബുക്ക് കൊടുക്കുന്നുണ്ട്, മെറ്റീരിയൽ കൊടുക്കുന്നുണ്ട്. ആ മെറ്റീരിയൽ അവർ വീട്ടിൽ നിന്ന് ചെയ്താലും അവർ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സെക്കൻഡ് ലെവലിൽ വരാം.
അപ്പോൾ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ക്ലാസ് ആണ്. പക്ഷേ ഒരു ക്ലാസ് എടുത്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ സെക്കൻഡ് ലെവൽ ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. കാരണം ഒന്നാമത്തെ ലെവല് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് കൂടി ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഒന്നാമത്തെ ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞാൽ അവർക്ക് ആ 2 ബുക്കുകൾ കൊടുക്കുന്നുണ്ട്. ആ 2 ബുക്കുകളും പഠിപ്പിക്കുന്ന റൂള് 10 റൂള് ഒന്നാമത്തെ ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ 10 റൂള് വെച്ചിട്ടുള്ള 2 ബുക്കുകളാണ്. ആ 2 ബുക്കും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 2ാമത്തെ ലെവൽ അറ്റൻഡ് ചെയ്യാം. ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണത് അല്ലേ? വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ലെവലുകൾ തന്നെയാണ്. ഇനി അബാക്കസുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ ചോദിച്ച ചില കാര്യങ്ങൾക്ക് നിങ്ങളിങ്ങനെ പറയുന്നു, ഇതിൻ്റെ അപ്പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അബാക്കസുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നാവും തോന്നുന്നു. അബാക്കസ് പഠനം നടത്തുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു 100 ക്വസ്റ്റ്യനുള്ള 8 മിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കുന്നത്. അത് കുട്ടിക്കൊരു ബൗണ്ടറിയാണ്, ഒരു ടൈം ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു 8 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ടറി ഒന്ന് നീക്കും. പിന്നെ നമ്മൾ 7 മിനിറ്റ് കൊടുക്കണം. അങ്ങനെ കുട്ടികൾക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ടൈം ബൗണ്ടഡായി ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് കുട്ടികൾക്ക് അറിയാതെ അവരുടെ ഉള്ളിലേക്ക് വരികയും എല്ലാ കാര്യത്തിലും ഒരു കൃത്യനിഷ്ഠത കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പല രക്ഷിതാക്കളോട് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട്. ആ ഫീഡ്ബാക്കിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും. എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവ് ഒരിക്കൽ പറഞ്ഞു, കുട്ടി ഒരു ആളുകളെ കണ്ടാൽ, എൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്തൊരു കുട്ടി അബാക്കസ് പഠിച്ച് 2 മാസം ആകുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായ ഒരു പക്വത വന്ന പോലെ ഒരു ഫീൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല, ഒരു പക്വത നമ്മൾ പഠിപ്പിക്കുന്നില്ല. അബാക്കസിൽ പക്വത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഞാനിതിനെക്കുറിച്ച് ബയോളജി ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ബുദ്ധി വികാസം എന്ന് പറയും, ബുദ്ധിയുടെ വളരെ ചെറിയൊരു അംശം മാത്രമാണ് ഓരോ ആളുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ബുദ്ധിവികാസം അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ 2 ഭാഗവും വർക്ക് ചെയ്യുന്നതിലൂടെ അവരുടെ ഏത് കഴിവാണ് പുറത്തു വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അബാക്കസ് പഠനത്തിലൂടെ അവർക്ക് നമ്മളൊരു പ്രാക്ടീസ് കൊടുക്കുകയാണ്. പക്ഷെ അതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്ന റിസൾട്ട് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും. അതുകൊണ്ട് അബാക്കസ് പഠിപ്പിക്കുന്ന കുട്ടികളെ കൃത്യമായി നിരീക്ഷിക്കുക എന്നുള്ളത് കൂടി രക്ഷിതാക്കളുടെ ഒരു കടമയായിട്ട് വേണം കാണാൻ. വളരെ സന്തോഷം ഈ ഒരു മേഖലയിൽ ഒന്ന് പ്രത്യേകിച്ചു. കാരണം നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഇല്ലാതെ പോകുന്നതാണ് പ്രാക്ടിക്കൽ നോളജ് എന്ന് പറഞ്ഞ സാധനം. ആ ഒരു പ്രാക്ടിക്കൽ നോളേജിലേക്ക് എത്താൻ ഇത് കാരണമാകുന്നുണ്ടെങ്കിൽ വേറെ എന്താ നമ്മൾ വേണ്ടത്? സ്വാഭാവികമായിട്ടും ആ രംഗത്ത് കൂടി നമ്മുടെ മക്കളൊക്കെ വളരുന്നു എന്നുള്ളതാണ്. ഫൈനലി അവസാനമായിട്ട് പീസ് റേഡിയോ വഴികാട്ടിയിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഒരു പീസ് റേഡിയോ പ്രേക്ഷകരായ ഒരുപാട് ആളുകളുണ്ട്. യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ റേഡിയോ സംവിധാനത്തിലൊക്കെ ഈ പ്രോഗ്രാമുകൾ കേൾക്കുന്ന കാണുന്ന ആളുകളുണ്ടാവും. അവരോട് സാറിനുള്ളൊരു നിർദ്ദേശം കൂടി പറഞ്ഞ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികൾ ഓരോ സമയത്തും നമ്മൾ ഓരോ മിഠായി വാങ്ങിക്കൊടുക്കാറുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ആ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വാങ്ങിയാൽ പോവാം. കുട്ടികൾക്ക് ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങിക്കൊടുക്കും. നമുക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിലും നല്ല ഒരു ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കും. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് എൻ്റെ രക്ഷിതാക്കളോടും കുട്ടികളോടും ഒക്കെ പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ ഗിഫ്റ്റ് കൊടുത്താലും അതിനപ്പുറത്തേക്ക് അവർ അബാക്കസിൻ്റെ ഒരു കോഴ്സ് ആ കുട്ടികൾക്ക് നമുക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ കുട്ടികൾക്കത് ജീവിതത്തിൽ എല്ലാ കാലത്തും ഉപകാരപ്പെടും. എത്ര കാലം നമ്മുടെ കുട്ടി ജീവിക്കുന്നുണ്ടോ, എത്ര കാലം നമ്മുടെ കുട്ടി അവരുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നുണ്ടോ, അത്രയും കാലം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗിഫ്റ്റായി അത് മാറും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, അബാക്കസ് പഠനം നമ്മുടെ കുട്ടികൾക്ക് നമ്മളൊരു ഗിഫ്റ്റായി കൊടുക്കണം. എൻ്റെ കുട്ടി ഒരു ഗിഫ്റ്റ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ രക്ഷിതാക്കളോട് എനിക്ക് അബാക്കസിന് ചേർക്കുമോ എന്നുള്ളതായിരിക്കണം ആ ഒരു ഗിഫ്റ്റ് എന്നുള്ളതാണ് എനിക്ക് രക്ഷിതാക്കളോടും കുട്ടികളോടും പറയാനുള്ളത്. വളരെ സന്തോഷം. അബാക്കസ് എന്ന മേഖലയെക്കുറിച്ച് കഴിഞ്ഞൊരു എപ്പിസോഡിലും ഇന്നും നമുക്ക് വേണ്ട ഒരുപാട് അറിവുകൾ പകർന്ന ബഹുമാന്യനായ റാഷിദ് സർ, അദ്ദേഹം ഈ ഒരു മേഖലയിൽ വളരെ കഴിവുറ്റ ഒരുപാട് ആളുകളെ ഈ ഒരു രംഗത്തേക്ക് കൊണ്ടുവന്ന, അതിലുപരി ഒരുപാട് കുടുംബങ്ങൾക്ക് ഇതൊരു അവസരമാക്കി മാറ്റാൻ സാധിച്ചതാണ്. ഇനിയും അള്ളാഹു നിങ്ങളുടെ ഈ ഒരു മേഖലയിൽ വിശാലതയും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാനുള്ളൊരു തൗഫീക്ക് നൽകട്ടെ. കാരണം നമ്മളൊക്കെ ഇങ്ങനെ ഇടപെടുമ്പോൾ അതിലൂടെ പിന്നെ ചെറിയതാണെങ്കിലും ഒരു ചെറിയ വരുമാനത്തിലൂടെ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം കൂടിയാണത്. അപ്പോൾ അതിൽ അള്ളാഹു വീണ്ടും താങ്കൾക്ക് ബർക്കത്ത് നൽകട്ടെ എന്ന് പീസ് റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം വഴികാട്ടിക്ക് തന്നതിനുള്ള നന്ദി കൂടി അറിയിക്കുന്നു.
നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു നല്ല കർമ്മമായിട്ട് അള്ളാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. ആ. കൂടുതൽ അറിവുകൾ നേടാനും അതൊക്കെ പകർന്നു കൊടുക്കാനുള്ള ഒരു അവസരം പീസ് റേഡിയോയിലുണ്ട്. ഇനിയും നിങ്ങളുടെ സാന്നിധ്യമൊക്കെ ഈ മേഖലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വഴികാട്ടി ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.